الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين ما بعد. اللهم اغفر لنا ولمشايخنا وللوالدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. اللهم افتح بالخير واجعل عاقبة أمورنا خير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടുതലൊരു സാലിഹായ അമലാക്കി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും റാത്തന്നല്ലേ അല്ലേ? മടുപ്പൊന്നുമില്ലല്ലോ ക്ലാസ്? കഴിഞ്ഞ ആഴ്ച പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു കിണർ വാങ്ങിയ സംഭവം പറഞ്ഞു. പിന്നെ ഹിജ്റ കഴിഞ്ഞ ഉടനെയുള്ള വർഷത്തിലും അതിന് തൊട്ടുടനെയുള്ള വർഷം, ഹിജ്റ 1-ാം വർഷം 2-ാം വർഷം, ബദറിന് മുമ്പ് വരെ നടന്ന സംഭവങ്ങൾ നമ്മൾ ചെറുങ്ങനെ ചുരുക്കി പറയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റജബ് മാസത്തിൽ എനിക്ക് നിർബന്ധമില്ല കേട്ടോ. റജബ് മാസത്തിൽ ഹിജ്റ 2-ാം വർഷം റജബ് മാസത്തിലാണ് ഖിബില മാറ്റം സംഭവിക്കുന്നത് അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. ഹിജ്റ 2-ാം വർഷം റജബ് മാസം ഖിബില മാറ്റം സംഭവിച്ച് അതിനുശേഷം ഷാബാൻ മാസത്തിൽ റമളാനിന് തൊട്ട് മുമ്പുള്ള മാസത്തിൽ മറ്റൊരു സംഭവം കൂടി നടന്നു. അത് റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണെന്നുള്ളത്. ഇപ്പോൾ കേൾക്കുന്നില്ലേ? റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമായി. അപ്പോൾ എപ്പോഴാണ് നോമ്പ് നിർബന്ധമായത്? ഹിജ്റ ചെയ്ത് 2-ാം വർഷം ഷാബാൻ മാസത്തിലാണ് നോമ്പ് നിർബന്ധമായത്. അപ്പം അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര റമളാനിൽ നോമ്പ് എടുത്തിട്ടുണ്ടാവും? നമുക്കെണ്ണാം. 2-ാം വർഷം റമളാനിൽ നോമ്പെടുത്തു. 2, 3, 4, 5, 6, 7, 8, 9, 10. 11-ാമത്തെ വർഷം റബീഉൽ അവ്വലിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. 11-ാമത്തെ വർഷത്തെ റമളാനിലില്ലായിരുന്നു. ഉലമാക്കൾ എല്ലാവരും ഏകോപിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് 9 നോമ്പുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ പിടിച്ചിട്ടുണ്ട്. റമളാൻ മൊത്തവും 30 ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിട്ടുണ്ട്. ഈ റമളാനിലെ നോമ്പ് നിർബന്ധമാകുന്നത് ഇന്നത്തെ ഈ രൂപത്തിൽ ഫർളാക്കപ്പെട്ടത് ഒറ്റയടിക്ക് ഫർളായതല്ല, മറിച്ച് ബാക്കിയുള്ള പല ഇബാദത്തുകളെയും പോലെ 2-3 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 4ഓളം ഘട്ടങ്ങൾ കടന്നു വന്നിട്ടാണ് ഇന്നത്തെ ഈ രൂപത്തിൽ നോമ്പ് നിർബന്ധമായത്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, കാരണം ഈ വിഷയം നമ്മളിൽ പലർക്കും അറിവില്ലാത്തതാണ്. നമുക്ക് നമസ്കാരത്തെക്കുറിച്ച് അറിയാം. ആദ്യം 50 വക്ത് നമസ്കാരമായിരുന്നു, പിന്നെ അത് കുറച്ച് കൊണ്ടുവന്നിട്ടാണ് ഇന്നത്തെ രൂപത്തിൽ 5 വക്തായത്. അതുപോലെ ഹിജ്റയ്ക്ക് മുമ്പ് ഈ 2 റക്അത്തായിരുന്നു എല്ലാ വക്തും നമസ്കാരം. ഹിജ്റയ്ക്ക് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നതിന് ശേഷമാണ് ളുഹറും അസറും ഇശാ ഒക്കെ 4 റക്അത്താക്കി മാറ്റിയത്. അതുപോലെ കള്ളൂടി നിരോധിച്ചതും ഒറ്റയടിക്ക് നിരോധിക്കുകയായിരുന്നില്ല. നമുക്കറിയാലോ, നമ്മൾ കേട്ടതാണല്ലോ. ഇപ്പോൾ കള്ളൂടി തന്നെ ആദ്യം കള്ളിൽ ഉള്ള ദോഷങ്ങൾ അധികമാണെന്ന് ഖുർആനായത്തിറങ്ങി, അതിൽ ഉപകാരങ്ങൾ വളരെ കുറവാണെന്ന് പറഞ്ഞിട്ട് ഖുർആനായത്തിറങ്ങി. 2ാമത് നമസ്കാരത്തിൽ കള്ളുകൂടിയെ നിരോധിച്ചുകൊണ്ടുള്ള ഖുർആനായത്തിറങ്ങി. 3ാമതാണ് ഒറ്റയടിക്ക് കള്ളുകൂടിയെ നിരോധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അന്നത്തെ കാലത്ത് എല്ലാം കൂടി ഒറ്റയടിക്ക് സഹാബാക്കൾക്ക് നൽകിയാൽ നമുക്കറിയാം, അവരും മനുഷ്യരാണല്ലോ, അവർക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രത്യേക കരുണയായിരുന്നു ഓരോ അഹ്കാമുകളും സഹാബാക്കൾക്ക് അത് ഒറ്റയടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെങ്കിൽ പടിപടിയായിട്ട് ഘട്ടം ഘട്ടമായിട്ട് അവരുടെ മേൽ നിർബന്ധമാക്കുക എന്നുള്ളത്. അപ്പോൾ നോമ്പും ഇങ്ങനെ 4ഓളം ഘട്ടങ്ങൾ കടന്നിട്ട്, അല്ലെങ്കിൽ 3 ഘട്ടം കടന്നിട്ട് 4ാമത്തെ ഘട്ടമാണ് നമ്മൾ ഇന്ന് പരിചയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഷ്ഠിക്കുന്ന റമളാൻ മാസത്തിലെ നോമ്പായിട്ട് നമുക്ക് മേൽ നിർബന്ധമാക്കപ്പെട്ടു. അതിനെക്കുറിച്ചൊന്ന് പറയാമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വന്ന ഉടനെ ആദ്യം നിർബന്ധമായത് മുഹറം 10 നോമ്പ് മാത്രമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ മാസവും 3 ദിവസം നോമ്പ്. അത് മാസത്തിലെ നടുക്കത്തെ 3 ദിവസമാണോ അല്ലെന്നൊക്കെയുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ആദ്യഘട്ടം മുസ്ലിമീങ്ങൾക്ക് മേൽ നിർബന്ധമാകുന്ന നോമ്പ് എങ്ങനെയാണ്? മുഹറം 10 നോമ്പ് നിർബന്ധമായിരുന്നു. പിന്നെ എല്ലാ മാസവും 3 ദിവസം നോമ്പ് നിർബന്ധമാണ്. പിന്നെ ഹിജ്റ 2-ാം വർഷം, മദീനയിൽ വന്ന ആദ്യത്തെ വർഷം ഫുൾ ഇങ്ങനെ തന്നെ. 2-ാം വർഷം ഷാബാൻ മാസമായപ്പോഴത്തേക്ക്
അടുത്ത മാസം റമളാനാണ്, റമളാനിൽ നിങ്ങൾ നോമ്പ് നോക്കണമെന്ന് കൽപ്പന ഇറങ്ങി. പക്ഷെ അവിടെയും ഇത് രണ്ടാമത്തെ ഘട്ടമാണ്. പക്ഷെ കൽപ്പന ഇറങ്ങിയപ്പോൾ നിർബന്ധപൂർവ്വം നോമ്പ് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ചോയ്സ് ഉണ്ടായിരുന്നു. നോമ്പ് നോക്കേണ്ടവർക്ക് നോമ്പ് നോക്കാം, അതല്ലാതെ തീരെ കഴിയാത്ത, നോമ്പ് നോക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുത്താൽ മതി നോമ്പിന് പകരമായിട്ട്. അതാണ് ഫമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫൽയസും. എന്നിട്ട് അതിൻ്റെ തുടർന്ന് പറയുന്നുണ്ട് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം അതിന് പകരമായി. ഇത് എത്രാമത്തെ ഘട്ടം? രണ്ടാമത്തെ ഘട്ടം. ഇഷ്ടമുള്ളവർക്ക് പിടിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ തീരെ കഴിയാത്തവർക്ക് അതിന് പകരമായിട്ട് ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്താൽ മതി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഘട്ടം വന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ ഈ ഓപ്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റി. എല്ലാവരും നിർബന്ധമായിട്ടും റമളാൻ മാസം നോമ്പ് നോക്കണം. പക്ഷെ അന്നത്തെ റമളാൻ മാസത്തെ ഈ നിർബന്ധ നോമ്പിൻ്റെ രീതി, മഗ്രിബ് ബാങ്ക് വിളിച്ച് നോമ്പ് തുറന്നതിന് ശേഷം പിന്നീട് ആരെങ്കിലും ഉറങ്ങിപ്പോയാൽ, ഉറങ്ങി എണീച്ചതിന് ശേഷം പിന്നെ തിന്നാനോ കുടിക്കാനോ ഒന്നും പറ്റൂല. ഒരു ഉദാഹരണം പറയാം. 6 മണിക്കാണ് മഗ്രിബ്. 6 മണിക്ക് മഗ്രിബ് നമസ്കാരം, മഗ്രിബ് ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പ് തുറന്ന് നല്ല പണിയെടുത്ത് ക്ഷീണിച്ച് വന്ന ദിവസം ഒരു മഗ്രിബ് നിസ്കരിച്ച് ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങിപ്പോയി. തറാവിക്ക് വേണ്ടി 7-8 മണിക്ക് പെട്ടെന്ന് നമ്മൾ നെട്ടി എഴുന്നേറ്റ് ഖലാസ് ഉറങ്ങിപ്പോയാൽ പോയി. ഇനി ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, രാത്രി ഭാര്യമാരുമായിട്ട് ബന്ധം പുലർത്താൻ പാടില്ല. ഇനി എപ്പോഴേ പറ്റൂ? അടുത്ത ദിവസം മഗ്രിബ് ബാങ്ക് കൊടുത്താലേ പറ്റൂ. ഇത് സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവരിൽ ചിലരെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, മഗ്രിബ് ബാങ്കിൻ്റെ സമയമായി, ഒരാൾക്ക് നോമ്പ് തുറക്കാൻ കഴിഞ്ഞിട്ടില്ലാന്ന് വിചാരിക്കുക, അയാൾ യാത്രയിലാണ്, അല്ലെങ്കിൽ സഹാബാക്കളുടെ കയ്യിൽ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവില്ല, അവർ നോമ്പ് തുറന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഉറങ്ങിപ്പോയാലും നിയമം ബാധക. പിന്നെ ഇനി അയാൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അടുത്ത ദിവസത്തെ, ഇത് എത്രാമത്തെ ഘട്ടം? മൂന്നാമത്തെ ഘട്ടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സംഭവം നടന്നത്. ശ്രദ്ധിച്ചേക്കണേ. ഖൈസ് ബിൻ സർമ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, മാഷാ അല്ലാഹ്, പാവം ഒരു അൻസാരിയായ സഹാബി. റമളാൻ മാസം അദ്ദേഹം വീട്ടിലേക്ക് കടന്നു വന്നു മഗ്രിബ് ബാങ്കിൻ്റെ സമയത്ത്. മഗ്രിബ് കൊടുത്തു. അന്ന് അദ്ദേഹത്തിന് പണിയുള്ള ദിവസമായിരുന്നു. പണി ചെയ്ത് ക്ഷീണിച്ച അവശനായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. മഗ്രിബ് ബാങ്ക് കൊടുത്തു. തൻ്റെ ഭാര്യയോട് ചോദിച്ചു എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഭാര്യ നോക്കിയപ്പോൾ പാവങ്ങളല്ല അൻസാരികൾ, ഒന്നും കഴിക്കാനില്ല, നോമ്പ് തുറക്കാൻ വീട്ടിലൊന്നുമില്ല. ഭാര്യ പറഞ്ഞ് നിങ്ങളൊന്ന് കാത്തേക്ക്, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ പണിയെടുത്ത് ക്ഷീണിച്ച് വന്നതല്ലേ, ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് പോയി നോക്കട്ടെ, എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ വേഗം കൊണ്ടുവരാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിസര വീട്ടിലൊക്കെ പോയി അന്വേഷിച്ച് എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടുമെന്ന് നോക്കി. പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യൻ പണിയെടുത്ത് ക്ഷീണിച്ച് അവശനായി വന്നതുകൊണ്ട് ഭാര്യയെ കാത്തിരിക്കുന്നതിനിടയിൽ ഈ മനുഷ്യൻ അങ്ങ് ഉറങ്ങിപ്പോയി. ഭാര്യ കഷ്ടപ്പെട്ട് വളരെ ത്യാഗം ചെയ്ത് എവിടുന്നോ കുറച്ച് ഫുഡ് കൊണ്ട് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഉറങ്ങുന്ന ഭർത്താവിനെയാണ്. അവർ ഹദീസിൻ്റെ റിവായത്തിൽ കാണാൻ അവർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഹൈബത്തല്ലക്, പടച്ചോനെ കുടുങ്ങിയല്ലോ. ഹൈബത്തല്ലക്ക് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ പറയുന്ന വാക്കായിരുന്നു ഹൈബത്തല്ലക്ക്. നമ്മൾ പച്ച മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ പടച്ചോനെ കുടുങ്ങിയല്ലോ, നിങ്ങൾ ഉറങ്ങിപ്പോയല്ലോ. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും തിന്നാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഇനി ഒന്നും തിന്നാൻ പറ്റില്ല. ആ പാവം ആ നോമ്പ് തുടർന്നു. പണിയുള്ള ആളല്ലേ. പിറ്റേ ദിവസം ഉച്ച ആയപ്പോഴത്തേക്ക് ആ മനുഷ്യന് താങ്ങാൻ കഴിഞ്ഞില്ല. ആ പാവം ബോധം കെട്ട് മറിഞ്ഞു വീണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരം അറിയിക്കപ്പെട്ടു. അപ്പോൾ ആ റസൂലിനെ കാട്ടി ആ അടിമയോട് സ്നേഹമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഉഹില്ല ലക്കും ലൈലത സിയാമിർ റഫതു ഇലാ നിസാഇകും ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. പിന്നെ وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر. റസൂലിനെ കാട്ടി ആ അടിമയോട് സ്നേഹമുള്ള അല്ലാഹു ആയത്തിറക്കി, നിങ്ങൾക്ക് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അല്ലാഹു നിങ്ങളെ കഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇനി രാത്രിയിൽ നിങ്ങൾക്ക് ഭാര്യയുമായിട്ടുള്ള സമ്പർക്കം അനുവദനീയമാണ്. പകല് വെളിവായി വരുന്നത് വരെ നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്, അതാണ് നാലാമത്തെ ഘട്ടം. ഇന്നത്തെ ഈ അവസ്ഥയിൽ റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കി. അങ്ങനെ അതിനു മുമ്പ് 3 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് നാലാമത്തെ ഘട്ടത്തിൽ ഈ നോമ്പ് നിർബന്ധം. പിന്നെ ഞാൻ അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ കൂടെ ഇരുന്നിട്ട് ഈ ഹദീസൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്താ അല്ലേ സഹാബാക്കൾ, അവർ ബോധം കെട്ട് വീണ്, പക്ഷെ നമുക്കത് ഭയങ്കര ഗുണമായി. ബോധം കെട്ട് വീണിട്ടും കൂലി വാങ്ങിയ അല്ലെങ്കിൽ സ്വർഗം വാങ്ങിയ മഹാന്മാരാ സഹാബാക്കൾ അല്ലേ. നമ്മൾ ജീവൻ കൊടുത്തു സ്വർഗം വാങ്ങി എന്ന് പറയുന്ന പോലെ ബോധം കെട്ട് വീണിട്ടും സ്വർഗം വാങ്ങിയ ആൾക്കാർ. ആ മനുഷ്യൻ ബോധം കെട്ട് വീണത് കൊണ്ടാണ് ആയത്തിറങ്ങിയത്. ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ നോമ്പ് നോൽക്കുന്നത്.
ഇന്ന് നമ്മൾ നോമ്പ് നോക്കുമ്പോഴും ഖൈസ് ബിൻ സർമ അൽ അൻസാരി എന്ന് പറഞ്ഞ പേര് പോലും നമ്മൾ മുമ്പ് കേട്ടിട്ടില്ലാത്ത ആ പാവത്തിന് അതിൻ്റെ കൂലി പോവുക. ഉസ്താദ് പറഞ്ഞൊരു വാക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടി. അവർ വെന്തുണ്ടായ അപ്പമാണ് ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇന്നത്തെ നല്ല ദീനും ആ ദീനിൻ്റെ നല്ല സാഹചര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ആ സഹാബാക്കൾ വെന്തുണ്ടായ ഒരു അപ്പം പോലെയാണ്. നമ്മുടെ ഡ്യൂട്ടി എന്താ? അതിങ്ങനെ ഇരുന്ന് തിന്നാൽ മതി. പക്ഷെ അതിനു വേണ്ടി വെന്ത് നൊന്തത് ആരായിരുന്നു? ആ മഹാന്മാരെ, ആ സഹാബാക്കൾ. അപ്പോൾ ആ സഹാബാക്കളുടെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കിയ. അതുകൊണ്ട് ഒരിക്കലും അവരെ നമ്മൾ ഒരിക്കലും മഹത്വം കുറച്ച് കാണരുത്. വലിയ മഹത്വക്കളാണ്, വലിയ വലിയ മഹാന്മാരാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് നോമ്പ് നിർബന്ധമായതിൻ്റെ 4 ഘട്ടങ്ങൾ മഹാന്മാർ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു കളിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇത് മുമ്പ് കേട്ടിട്ടുള്ളവർ കൈപൊക്കിയ ആരും കേട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് അൽഹംദുലില്ലാ പറഞ്ഞാൽ അൽഹംദുലില്ലാ. പുതിയ ഇൽമ് അള്ളാഹു നമുക്ക് നൽകിയല്ലേ. ല ഇൻ ശകർത്തും ല അസീദന്നക്കും, നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അധികരിപ്പിച്ചു തരുമെന്ന് ആരാ പറഞ്ഞേ? അള്ളാഹു പറഞ്ഞു. അപ്പോൾ ഇപ്പം നമുക്ക് പുതിയ ഇൽമ് കിട്ടിയതിൻ്റെ പേരിൽ നമ്മൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്താൽ അള്ളാഹു നമുക്ക് വീണ്ടും വീണ്ടും പുതിയ ഇൽമുകൾ വർദ്ധിപ്പിച്ചു. അള്ളാഹു അങ്ങനെ നമ്മൾ ആക്കി തീർക്കുമാറാകട്ടെ. അപ്പോൾ ഇതെപ്പോഴാണ് നടന്നത്? ഇങ്ങനെ നോമ്പ് നിർബന്ധമായത് എപ്പോഴാണ്? ഹിജ്റ 2-ാം വർഷം ഷഅബാൻ മാസത്തിലാണ് ആദ്യത്തെ, അതായത് നോമ്പ് നിർബന്ധത്തിൻ്റെ 2-ാം ഘട്ടമായ റമളാൻ മാസത്തിൽ നിങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ള ആയത്തുകൾ ഇറങ്ങുന്നത്. അതും കഴിഞ്ഞ് ഇനി ഹിജ്റയ്ക്ക് ശേഷം ബദറിന് മുമ്പ് നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. നമുക്ക് പറയാനുള്ളത് ഒരു കപ്പിളിനെ കുറിച്ചാണ്, 2 ദമ്പതികളെ കുറിച്ചാണ്, ഒരു ഭാര്യയും ഒരു ഭർത്താവിനെ കുറിച്ചാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട വേറൊരു ഭാര്യയും ഭർത്താവും ഉണ്ടാവില്ല, വേറൊരു ദമ്പതികൾ നമുക്ക് ലോക ചരിത്രത്തിൽ തന്നെ കാണാൻ സാധിക്കില്ല. അത്രയും അധികം അവരുടെ വിഷയത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. നല്ലവരായ ആളുകൾ, അത് മുസ്ലിമീങ്ങളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, നല്ല മനസ്സിൻ്റെ ഉടമകൾ, വക്രതയില്ലാത്ത ദുഷിച്ച ചിന്തകളില്ലാത്ത നല്ല മനസ്സിൻ്റെ ഉടമകൾ ആ ദമ്പതിമാരുടെ, ആ 2 ദമ്പതികളുടെ അല്ലെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ചരിത്രം വായിക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത അത്ഭുതമാണ്, ആവേശമാണ്, സ്നേഹമാണ്, മൊഹബത്താണ്. എങ്ങനെ ഇത്ര അധികം പെർഫെക്റ്റ് ആയിട്ട് ആ ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്നതിനെക്കുറിച്ച് ഓർത്ത് അവർ അത്ഭുതപ്പെടും, ആവേശം കൊള്ളും. അവരുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഒരുപാട് പാഠങ്ങൾ ആ ദമ്പതിമാരുടെ ജീവിതത്തിൽ നിന്ന് അവർ കരസ്ഥമാക്കും. മുഅ്മിനീങ്ങൾ അറിയാതെ ദുആ ചെയ്തു പോകും, അള്ളാഹുവേ എന്നെയും എൻ്റെ ഭാര്യയും നീ അവരെ പോലെ ആക്കണേ, ആ ദമ്പതിമാരെ പോലെ ആക്കണേ എന്ന് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യും. അതേ സമയത്ത് ദുഷിച്ച ചിന്തയുള്ള, വക്രതയുള്ള, ഇസ്ലാമിൻ്റെ ശത്രുക്കളായി നടക്കുന്ന മുസ്ലിമീങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ അപമാനിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ ഇത് വായിക്കും, അവരുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത അസൂയ ഉണ്ടാവും. എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ഓർത്തിട്ട് അങ്ങനെ അസൂയയും വേണ്ടാത്ത ചിന്തയൊക്കെ ഉണ്ടാകുമ്പം ചരിത്രത്തെ വക്രീകരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും, മോശമായി കാണിക്കാൻ വേണ്ടി ശ്രമിക്കും, കുറേ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കും. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും കുറവ് സംഭവിക്കുമോ? ഒരു കുറവും സംഭവിക്കും. സത്യമെന്നും മികച്ച ചിലപ്പോൾ അവരുടെ പ്രായത്തെക്കുറിച്ച് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കും, വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ. വേറെ ചിലപ്പോൾ മറ്റ് പല വൃത്തികേടുകളും പറഞ്ഞ്, ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് യുക്തിവാദികൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം, അതിനെക്കുറിച്ച് പറഞ്ഞ ഉസ്താദ് പറഞ്ഞത് അത് ആ ആരോപണം അയാൾ പറഞ്ഞു എന്ന് പറയാൻ പോലും എൻ്റെ വായെ കൊണ്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം അത്രയും വൃത്തികെട്ട വാക്കുകളാണ് അവരവരുടെ ആരോപണത്തിൽ ഉപയോഗിക്കുന്നതെന്ന്. അപ്പം മോശം മനസ്സുള്ള ആളുകൾക്ക് ഇതൊന്നും ദഹിക്കൂല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രം, ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ആവേശം, നമുക്ക് കരച്ചിൽ വരും. അള്ളാഹുവേ ഞങ്ങളെയും അതുപോലെ ആക്കണേന്ന് നമ്മൾ ദുആ ചെയ്തു. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ആരായിരുന്നു ആ ദമ്പതികൾ? നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ കുറിച്ച്. കാരണം എന്താ? അവരുടെ വിവാഹം പണ്ടേ നടന്നു, പക്ഷെ അവർ വീട് കൂടുന്നത് ഹിജ്റക്ക് തൊട്ടുടനെ, ബദറിനൊക്കെ കുറേ മുമ്പാണ്. ഹിജ്റ കഴിഞ്ഞ്, ഹിജ്റ റബീഉൽ അവ്വലിനാണല്ലോ നടക്കുന്നത്. അതിനുശേഷം റബീഉൽ ആഖിർ, ജുമാദുൽ ഊല, ജുമാദുൽ ആഖിർ, റജബ്, ഷഅബാൻ, റമളാൻ, ദുൽഖഅദ, റജബ്, ഷഅബാൻ, റമളാൻ, ഷവ്വാൽ മാസത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബിയുമായിട്ട് വീട് കൂടുന്നത്. അപ്പോൾ ആ സംഭവങ്ങളാണ് നമുക്ക് പറയേണ്ടത്. ശരിക്കും ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവിയും തമ്മിലുള്ള വിവാഹം അത് ഇപ്പോഴല്ല തുടങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അത് നമുക്ക് അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഏകദേശം 3 വർഷം 4 വർഷം ബാക്കോട്ടേക്ക് പോകണം. ഹിജ്റ 9-ാം വർഷം അല്ലെങ്കിൽ 10-ാം വർഷമാണ് ഇവരുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പലപ്പോഴും അമുസ്ലിമീങ്ങളും യുക്തിവാദികളൊക്കെ പോട്ടെ, മുസ്ലിമീങ്ങളായ നമുക്ക് തന്നെ ഇങ്ങനെയുള്ള ചരിത്രത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എങ്ങനെയാണ് വിവാഹാലോചന നടന്നത്, ആരാണ് ആലോചന കൊണ്ടുവന്നത്, ആരെയാണ് ആദ്യം ആലോചിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചരിത്രത്തിൽ വളരെ സഹിഹായ റിവായത്തിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് തന്നെ വലിയ വിവരം ഇല്ല, നമുക്ക് തന്നെ വലിയ അറിവില്ല. നമുക്ക് ആകെ അറിയാവുന്നത് എന്താ? നമുക്കും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിച്ച ബാക്കിയുള്ള മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും ഒക്കെ നബിതങ്ങൾ ഐഷ ബീവി വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ആകെ ഓർമ്മ വരുന്നത് എന്താ? ഐഷ ബീവിക്ക് 9 വയസ്സ്, നബിതങ്ങൾക്ക് 54 വയസ്സ്. ഇത് മാത്രമേ നമ്മളെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും. കാരണം അങ്ങനെ ആക്കി തീർത്തു ശത്രുക്കൾ. നമ്മൾ ചരിത്രത്തോടും അതിൻ്റെ ആളുകളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്താണെന്നറിയോ? അവരുടെ കാലത്ത് നടന്നത് നമ്മുടെ കാലത്ത് നടന്ന സാഹചര്യങ്ങൾ മുന്നിൽ വെച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കാലത്ത് നടന്ന സാഹചര്യങ്ങൾ, നമ്മുടെ കാലത്ത് നടക്കുന്ന സാഹചര്യങ്ങൾ മുന്നിൽ വെച്ച് അവരുടെ കാലത്ത് നടന്ന സംഭവങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുകയാണ്, പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്, ഏറ്റവും വലിയ അബദ്ധമാണ് നമ്മൾ സംഭവിക്കുന്നത്. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യരുത്. ഇപ്പം നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറയൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായമാണ്. ആ പ്രായം ഇത്രയും ഭയങ്കര ഇതായതെന്താ? നമ്മുടെ നാട്ടിലെ അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ, കാരണം നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ 6-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു, 9-ാമത്തെ വയസ്സിൽ അവൾ വീട് കൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാനേ കഴിയില്ല. നമ്മുടെ കാലത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. അന്നത്തെ കാലത്തെ സാഹചര്യം അങ്ങനെയായിരുന്നില്ല. 9 വയസ്സുള്ള പെൺകുട്ടി ഇന്നത്തെ 9 വയസ്സുള്ള പെൺകുട്ടി പോലെ ആയിരുന്നില്ല. പക്വതയിലും പാകതയിലും ശാരീരികമായും മാനസികമായും ഒക്കെ ഒരു വലിയ നിലക്ക് എത്തിയിരുന്നവളായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു പൊതു ആചാരമായിരുന്നു. അതെപ്പോഴാണ് മനസ്സിലാവുക? ചരിത്രം നന്നായി പഠിക്കുമ്പോൾ. നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ സിനിമയും സീരിയലൊക്കെ ഒരുപാട് കണ്ട് പരിചയിച്ച നമ്മൾ ഈ സംഭവത്തൊക്കെ കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ഈ സംഭവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ഒരു ദിവസം ആ നാട്ടിലെ നേതാവ് ഇങ്ങനെ നടന്നു പോകുന്നു. ഒരു മനുഷ്യൻ്റെ സങ്കല്പമാട്ടോ. സാധാരണ സിനിമകളൊക്കെ കണ്ട് നോവലുകളൊക്കെ വായിച്ചിരിക്കുന്ന ഒരാളുടെ ഒരു സങ്കല്പം ഇങ്ങനെ ഉണ്ടാവുക. ആ നാട്ടിലെ നേതാവ് ഇങ്ങനെ നടന്നു പോകുന്നു, ഒരു ചെറിയ കുട്ടിയെ കാണുന്നു, അയാൾക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്നു, തൻ്റെ സുഹൃത്തായ ആ കുട്ടിയുടെ വാപ്പയെ വിളിക്കുന്നു, പെട്ടെന്ന് തന്നെ ഈ മോളെ എനിക്ക് കെട്ടിച്ചേരണമെന്ന് കൽപ്പിക്കുന്നു. അപ്പോഴത്തേക്ക് ആ വാപ്പ ആകെ ബേജാറാകുന്നു. ഒരു സങ്കല്പം പറയാം കേട്ടോ, ശരി സംഭവിച്ചാരല്ല, സങ്കല്പം പറയാം. വാപ്പ ആകെ ബേജാറാകുന്നു, വീട്ടിൽ പോകുന്നു, ഉമ്മാനോട് പറയുന്നു, ഉമ്മ പൊട്ടിക്കരച്ചിൽ, മോള് പൊട്ടിക്കരച്ചിൽ. പക്ഷേ തൻ്റെ നേതാവായ സുഹൃത്തായ ഇയാൾ പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ നിർവാഹവുമില്ല. വാപ്പ കരഞ്ഞുകൊണ്ട് മോളെ വീട്ടിൽ കൊണ്ടാക്കുന്നു, ഇയാൾ എന്ന് ചിരിച്ചിട്ട് വീട്ടിൽ കൊണ്ട്. ഇങ്ങനെയൊക്കെയാണ് ശത്രുക്കൾ ഈ സംഭവത്തെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് എൻ്റെ ഉത്തരവാദിത്തം ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതല്ല. നമ്മളതിലേക്ക് കടക്കുന്നുമില്ല. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ? ചരിത്രം എങ്ങനെയാണോ അതുപോലെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ചരിത്രം എങ്ങനെയാണോ ഉദ്ധരിക്കപ്പെട്ടത്, സത്യം എന്തായിരുന്നോ അത് അതുപോലെ മനസ്സിലാക്കിയാൽ ഈ തെറ്റിദ്ധാരണകൾ മുഴുവനും നമ്മുടെ മനസ്സിൽ നിന്ന് ഇൻഷാ അള്ളാഹ് മാറിക്കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിവാഹത്തിൻ്റെ കഥ തുടങ്ങുന്നത്, ചരിത്രം തുടങ്ങുന്നത് ഹിജറ 9-ാമത്തെ വർഷം അല്ലെങ്കിൽ 10-ാമത്തെ വർഷത്തിലാണ്. ഇതിൻ്റെ തുടക്കം എങ്ങനെയാണെന്നറിയോ? ഇതിൻ്റെ തുടക്കത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് വേറെ ആരുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ഐഷ ബീവിയുമായിട്ട് ഒരിക്കൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പറയും, ഐഷ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടുന്നാണെന്നറിയോ? എവിടുന്നാ? ഉരീതുക്കി ഫിൽ മനാമി സലാസ ലയാലിൻ. ഫസ്റ്റ് ഞാൻ നിന്നുമായിട്ടുള്ള നമ്മുടെ ഈ റിലേഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ 3 രാത്രിയിൽ തുടർച്ചയായിട്ട് നിന്നെ കണ്ടു, എനിക്ക് കാണിക്കപ്പെട്ടു ഐഷ. എന്തായിരുന്നു എന്നറിയാം സംഭവം? എല്ലാ ദിവസവും ഈ 3 ദിവസത്തിലും രാത്രിയിൽ ഒരു മലക്ക്, ചില റിവായത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പട്ടിൽ പൊതിഞ്ഞ ഒരു രൂപം ഉണ്ടാവും. എന്നിട്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറയും, ഹാദിഹി ഇംറഅതുക്, ദാ ഇത് നിന്റെ പെണ്ണാണ് കേട്ടോ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും അതൊന്ന് മാറ്റിയേ എന്ന് പറയുമ്പോൾ ആ പട്ട് ഇങ്ങനെ എടുത്ത് മാറ്റും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് നിന്റെ രൂപമായിരിക്കും. ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരും. പ്രവാചകന്മാരുടെ സ്വപ്നം എന്താ? അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള വഹിയാണ്. അള്ളാഹു ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബീനെ അറുക്കണമെന്ന് എങ്ങനെയാണ് കൽപ്പിച്ചത്? സ്വപ്നത്തിലൂടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നം പോലെയല്ല പ്രവാചകന്മാരുടെ സ്വപ്നം. അപ്പോൾ ഇത് വഹിയാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള അറിയിപ്പാണ്. അപ്പം ഐഷ ബീവിയെ വിവാഹം കഴിക്കണമെന്ന് ആരുടെ കൽപ്പനയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. അല്ലാണ്ട് ചില്ലറ കാര്യമൊന്നുമല്ല ഇത്, റസൂലുള്ളാഹി ആഗ്രഹിച്ചിട്ട് പോയിട്ടതായതൊന്നുമല്ല. അപ്പൊ ഇങ്ങനെ ഞാൻ ഉറക്കത്തിൽ നിന്ന് നെട്ടി ഉടനെ പെട്ടെന്ന് ഞാൻ അള്ളാഹ് എന്താ ഇപ്പൊ കണ്ടത് എന്ന ചിന്ത വരുമ്പോൾ ഐഷ ബീവിയുടെ റസൂൽ തന്നെ പറയാം കേട്ടോ, ഞാൻ എൻ്റെ മനസ്സിൽ പറയുമായിരുന്നു, ഇത് ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസ, ഞാൻ എൻ്റെ മനസ്സിൽ പറയുമായിരുന്നു, ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വഹിയാണെങ്കിൽ അത് അള്ളാഹ് എന്നെ നടത്തിക്കോളും, ഞാൻ തൽക്കാലം ഉണ്ടാതിരിക്കുക എന്ന് ഞാൻ പറയുമായിരുന്നു. വ്യക്തമായിട്ട് സ്വപ്നം കണ്ടിട്ടുള്ള റസൂലുള്ളാഹിന്റെ നിലപാട് എന്താ? ഇത് അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണെങ്കിൽ അത് ആര് നടത്തിക്കോളും? അള്ളാഹു നടത്തിക്കോളും, തൽക്കാലം ഞാൻ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് ഐഷ ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ചില റിവായത്തിലുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഈ പട്ടിൽ പൊതിഞ്ഞ രൂപം കാണിച്ചിട്ട് നബി തങ്ങളോട് പറഞ്ഞു എന്നാ, ഹാദിഹി സൗജതുക ഫിദ്ദുനിയ വൽ ആഖിറ. സുബ്ഹാനല്ലാഹ്, നബിയെ ഇത് അങ്ങയുടെ ദുനിയാവിലും ആഖിറത്തിലുമുള്ള പത്നിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇത്രയും നാളും ചരിത്രം കേൾക്കുന്ന, നമ്മൾ കാണണമെന്നൊന്ന് കൊതിക്കുന്ന, ഒരു പ്രാവശ്യമെങ്കിൽ അടുത്തിരിക്കാനുള്ള ഭാഗ്യം കിട്ടിയെങ്കിൽ എന്തും നൽകാമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന, നമ്മുടെ ചങ്കിലെ ചോരയായ, കണ്ണിലെ കൃഷ്ണമണിയായ, നമ്മുടെ കൽബിൻ്റെ കഷ്ണമായ
അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഒരു പെണ്ണിനോട് പറയപ്പെടുക, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു പെണ്ണിനെ കുറിച്ച് പറയപ്പെടുക, ഹാദിഹി ഇംറഅതുക ഫിദ്ദുനിയ വൽ ആഖിറ, നബിയെ ഈ പെണ്ണ് അങ്ങയുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും ഭാര്യയാണ്. അങ്ങനെയാണെങ്കിൽ ആയിഷ ബീവിയുടെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കിയ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ യുക്തിവാദികൾ ഇവരൊക്കെ ആയിഷ ബീവിക്ക് എന്തോ ഉപകാരം ചെയ്യുന്ന പോലെയോ അവർക്കെതിരെ ഇങ്ങനെ എന്താ വിട്ടെ അല്ലേ, അവരുടെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കിയ. ആയിഷ ബീവിയുടെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കിയ. ഹാദിഹി ഇംറഅതുക ഫിദ്ദുനിയ വൽ ആഖിറ, ആരുടെ ഭാര്യ എന്നാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ. അതും ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും ഭാര്യയാണെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ആദ്യം 2-3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വപ്നം കാണിക്കപ്പെട്ടു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഖദീജ ബീവി വഫാത്തായിട്ട് ഇരിക്കുന്ന സമയത്ത് ഹിജ്റ 10ാമത്തെ വർഷം ഖൗല ബിൻതുൽ ഹക്കീം എന്ന് പറഞ്ഞൊരു സഹാബി വന്നു. അവർ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. ഉസ്മാൻ ബിൻ മദ്ഊൻ എന്ന് പറഞ്ഞാൽ 14-ാമനായിട്ട് ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ്. ആദ്യഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ്. അദ്ദേഹം മദീനത്ത് മുസ്ലിമീങ്ങൾ ചെന്നതിന് ശേഷം വഫാത്താകുന്ന ആദ്യത്തെ മുഹാജിർ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു. ഹിജ്റ 3-ാം വർഷം അദ്ദേഹം വഫാത്താകുന്നത്. ബഖീ ഉണ്ടല്ലോ, ജന്നത്തുൽ ബഖീ നമ്മൾ ബഖീഉൽ ഖർഖദ്, ബഖീഉൽ ഖർഖദിൽ ആദ്യമായി മറമാടപ്പെടുന്നതും ഉസ്മാൻ ഇബ്നു മദ്ഊനാണ്. നിങ്ങൾ വല്ല ഗൈഡിൻ്റെയും കൂടെയാണ് ഉംറക്ക് പോകുമ്പോൾ ബഖീയെ സന്ദർശിക്കാൻ പോകുന്നതെങ്കിൽ അവർ കാണിച്ചു തരും. ആദ്യം മറമാടപ്പെട്ട ഉസ്മാൻ മദ്ഊൻ്റെ ഖബർ ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞാൽ അവർ കാണിച്ചു തരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖൗല ബിൻത് ഹക്കീം അത്യാവശ്യം പ്രായമുള്ള പക്വതയും പ്രാപ്തിയൊക്കെ ഉള്ള ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ അലാ തസവ്വജ്, നബി അങ്ങേക്കൊരു വിവാഹം കഴിച്ചൂടെ? എത്ര നാളായി ഇങ്ങനെ ഖദീജ ബീവിയുടെ മരണത്തെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നു, അങ്ങേക്കൊരു വിവാഹം കഴിച്ചൂടെ? ഖദീജ ബീവി മരിക്കുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു വിവാഹത്തെ പറ്റി ആലോചിച്ചിട്ട് തന്നെ ഇല്ല. ഖദീജ ബീവിന് മരിച്ചല്ലോ, ഇനി അങ്ങേക്ക് വിവാഹം ചെയ്തുകൂടെ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ, ആരാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഇൻഷിഅ്ത ബിക്റാൻ വ ഇൻഷിഅ്ത സയ്യിബൻ, നീ ആഗ്രഹിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് 2 പേരുണ്ട്. ഒരാൾ കന്യകയാണ്, വിവാഹം മുമ്പ് കഴിക്കാത്ത ആളാണ്. നീ ആഗ്രഹിക്കുകയാണെങ്കിൽ കന്യകയെ നമുക്ക് സംസാരിക്കാം. അതല്ലെങ്കിൽ വേറൊരു വിധവയായ ഒരാളാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഒരാളും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഏതാണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി തങ്ങൾ ഫമനിൽ ബിക്ർ, ഈ കന്യക എന്ന് പറഞ്ഞ സ്ത്രീ ആരാണ് എൻ്റെ മനസ്സിലുള്ളത്? അപ്പോൾ അവർ പറഞ്ഞു, ആരെ പറയുന്നത് നോക്കണേ, ഇബ്നതു അഹബ്ബി ഖൽഖില്ലാഹി അസ്സ വജല്ല ഇലൈക ആയിഷ ബിൻത് അബീ ബക്കർ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ട അബൂബക്കറിൻ്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ആദ്യമായിട്ട് ഈ അഭിപ്രായം കൊണ്ടുവരുന്ന ആരാ? ഒരു സ്ത്രീയാണ്, ഒരു പെണ്ണുങ്ങളാണ്. ഒരു പെണ്ണുങ്ങൾ എങ്ങനെ മറ്റൊരു പെൺകുട്ടിയോട് അതിക്രമം ചെയ്യുക? അപ്പം അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു റിവാജ്, അങ്ങനെ ഒരു രീതി നിലനിന്നില്ലായിരുന്നെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഒരു പെൺകുട്ടിയുടെ ആലോചന കൊണ്ടുവരുമോ? ഒരു കാടൻ നിയമമാണ്, ക്രൂരമാണ്, ആരും ചെയ്യാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്രൂരമായി ചെയ്ത ഒരു പ്രവൃത്തിയാണെങ്കിൽ ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ ആലോചന കൊണ്ടുവരും? ഒരിക്കലും ഇല്ല. അതേ ഞാൻ പറയാം, ചരിത്രം എങ്ങനെ വന്നോ അതുപോലെ നമ്മൾ പഠിച്ചാൽ നമ്മുടെ തെറ്റിദ്ധാരണകൾ തീരും. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇഷ്കാലുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. അത് നമ്മളെ വഴിക്കണ്ട, അല്ലാതെ റസൂലുള്ളാഹിനെ കുറ്റം പറയല്ല വേണ്ടേ. അപ്പോൾ ഖൗലയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓമനി സയ്യിബ്, വിധവയായ പെൺകുട്ടി നിന്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞു. അതാരാ? അപ്പം പറഞ്ഞു, സൗദ ഇബ്നതു സമ്അ, സമ്അയുടെ മകൾ സൗദയാണ്. സൗദ ബീവിയായിട്ടുള്ള വിവാഹത്തിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു, വിട്ടുപോയിരുന്നു. ഇൻഷാ അല്ലാഹ് ഓർമ്മിപ്പിക്കണം, അത് നമുക്ക് പറയണം. ഖദ് ആമനത് ബിക് വത്തബഅത്ക അലാ മാ തഖൂൽ, അവർ നിങ്ങളിൽ വിശ്വസിച്ച് നിങ്ങളെ പിൻപറ്റിയ നല്ലൊരു സ്ത്രീയല്ലേ. അവരുടെ ഭർത്താവ് സക്രാൻ ഇബ്നു അംർ എന്ന് പറഞ്ഞ ഒരു സഹാബിയായിരുന്നു. സുഹൈൽ ഇബ്നു അംർ എന്ന് പറഞ്ഞിട്ട് ഖുറൈശികളിൽ പ്രമുഖനായ, ഹുദൈബിയ സന്ധിയിൽ ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് റസൂലുള്ളാഹിയായിട്ട് സംസാരിക്കാൻ വന്ന ഖതീബ് ഖുറൈശികളുടെ ഖതീബ് എന്നറിയപ്പെടുന്ന മക്കം ഫതഹിന്റെ സമയത്ത് മുസ്ലിമായ വലിയൊരു പ്രസിദ്ധനായ സഹാബിയുണ്ട്, സുഹൈൽ ഇബ്നു അംർ. അദ്ദേഹത്തിന്റെ സഹോദരൻ സക്രാൻ ഇബ്നു അംർ ആയിരുന്നു ഈ സൗദയുടെ റളിയല്ലാഹു അൻഹ ഭർത്താവ്. അവർ രണ്ടുപേരും അബിസീനിയയിലേക്ക് ഹിജറ പോയി തിരിച്ചു വന്നതിന് ശേഷം സക്രാൻ ഇബ്നു അംർ മരണപ്പെട്ടു. അപ്പോൾ അവരുടെ അടുക്കൽ കുറേ കുട്ടികളുണ്ട്. അവർ വിവാഹത്തെ അന്വേഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്നെങ്കിൽ ഞാൻ അവരെ നിന്നുമായിട്ട് അന്വേഷിക്കാം, അതല്ലെങ്കിലോ കന്യകയാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് നിന്റെ ഏറ്റവും വലിയ ചങ്ങായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. റസൂൽ എന്താ പറഞ്ഞേ? ഫദ്ഹബി ഫദ്കുരീഹിമ അലൈ, നീ ഒരു കാര്യം ചെയ്യും, 2 ആൾക്കാരുടെ അടുക്കലേക്കും പോ, എന്നിട്ട് എന്നെക്കുറിച്ച് പറ, എന്നിട്ട് അവരുടെ മറുപടി എന്താന്ന് നോക്കാന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? എല്ലാവരും കേൾക്കുന്നില്ലേ? ഓക്കെ. ഫദഖൽതു ബൈത അബീ ബക്കർ, അങ്ങനെ ഞാൻ ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ അപ്പോൾ ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ലായിരുന്നു. ആയിഷ ബീവിയുടെ ഉമ്മയുടെ പേര് എല്ലാവരും ഓർത്ത് വെച്ചോ, ഉമ്മു റൂമാൻ. റുമാൻ പഴത്തെ ഓർമ്മ വെച്ചാൽ ഉമ്മു റൂമാൻ എന്നാണ് കേട്ടോ, ഉമ്മു റൂമാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ കയറിയാട് പറഞ്ഞു, യാ ഉമ്മു റൂമാൻ മാദാ അദ്ഖലല്ലാഹു അസ്സ വജല്ല അലൈക്കും മിനൽ ഖൈരി വബറക, ഉമ്മു റൂമാനെ
ഇന്നത്തെ ദിവസം അള്ളാഹു നിങ്ങളുടെ മേൽ എന്ത് ഖൈറും ബറക്കത്തുവാ പ്രവേശിപ്പിച്ചെന്നറിയോ, എന്താ നിങ്ങൾക്ക് കിട്ടിയെന്നറിയോ? അവർ അത്ഭുതത്തോടെ ചോദിച്ചു, എന്താണ്? അവർ പറഞ്ഞു, അർസലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്തുബു അലൈഹി ആയിഷ, നിങ്ങളുടെ മകൾ ആയിഷയെ വിവാഹം ആലോചിക്കാൻ എന്നെ ആരാ അയച്ചതറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. അവർക്ക് ഭയങ്കര സന്തോഷം. അവർ പറഞ്ഞു, ഇൻതളരി അബൂബക്കർ ഹത്താ യഅതി, ഒന്ന് കാത്തിക്ക്, അബൂബക്കർ ഇപ്പം വരും, എന്നിട്ട് നീ തന്നെ സന്തോഷ വാർത്ത അറിയിക്കും. കുറച്ച് കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. അവരോടും അബൂബക്കറിനോടും ഇവർ ഇതേ ചോദ്യം ആവർത്തിച്ചു. യാ അബൂബക്കർ മാദാ അദ്ഖലല്ലാഹു അലൈക്കും മിനൽ ഖൈർ, അബൂബക്കറെ ഇന്ന് നിങ്ങൾക്ക് എത്ര വലിയ ഖൈറും ബറക്കത്തും വന്നു ഭവിച്ചെന്നറിയോ? അബൂബക്കർ ചോദിച്ചു, എന്താ വന്നത്? അർസലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്തുബു അലൈഹി ആയിഷ, ആയിഷ വിവാഹം ആലോചിക്കാൻ വേണ്ടി റസൂലുള്ളാഹി എന്നെ അയച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ മാതാപിതാക്കളുടെ സന്തോഷം എത്രയായിരിക്കും അല്ല. നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മകൾക്കോ പെങ്ങൾക്കോ ഒക്കെ കല്യാണ ആലോചന നടക്കുന്നുണ്ട്. ഒരു നല്ല ഒരു പുതിയാപ്പിളയെ കിട്ടിയാൽ അന്ന് രാത്രി നമുക്ക് കിട്ടുന്ന ഒരു ഉറക്കമുണ്ടല്ലേ. കുറേ നാളത്തെ ടെൻഷനായിരുന്നു. അപ്പോൾ ഇനിയും കല്യാണത്തിൻ്റെ ഒരുപാട് ടെൻഷനുകൾ മുമ്പിൽ വരാൻ പോകുന്നുണ്ട്. എന്നിരുന്നാലും ആ ചെറുക്കൻ, നല്ലൊരു ചെറുക്കനെ കിട്ടിയ അന്ന് രാത്രി നമുക്ക് ഉറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്, ഒരു വല്ലാത്ത സുഖം. അപ്പോൾ അവർക്ക് ഉണ്ടായ ആ ഒരു സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കിയും. പക്ഷെ ഇത്രയും വലിയ സന്തോഷ വാർത്ത പറഞ്ഞിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മുഖത്ത് ഒരു തെളിച്ചമില്ല. എന്തോ ഒരു സംശയം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതുപോലെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു മുമ്പ് പറയുമായിരുന്ന ഒരു വാക്കിനെ കുറിച്ച് അദ്ദേഹത്തിന് ചെറിയ തെറ്റിദ്ധാരണയുണ്ട്. അദ്ദേഹം അത്ഭുതപ്പെട്ടിട്ട് ചോദിച്ച്, അല്ലാഹുവല്ല സംഗതിയൊക്കെ ഓക്കെയാണ്, പക്ഷേ അദ്ദേഹം എൻ്റെ മോക്ക് ശരിയാവോ? കാരണം എപ്പോഴും റസൂലുള്ളാഹി എന്നോട് അന്ത അഖിയ അബൂബക്കർ, അബൂബക്കറെ നീ എൻ്റെ സഹോദരനാണ് കേട്ടോ, നീ എൻ്റെ സഹോദരനാണ് കേട്ടോ എന്ന് എപ്പോഴും പറയും. അപ്പോൾ സഹോദരൻ്റെ മോളെ അങ്ങനെ വിവാഹം ചെയ്യാൻ പറ്റുമോ? അതൊന്ന് ചോദിച്ചിട്ട് വരുമോ എന്ന് ചോദിച്ചു. ഇതൊക്കെ സഹിഹായ റിപ്പോർട്ടാണ് കേട്ടോ. ഖൗല പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ചോദിച്ചിട്ട് വരാം. അവർ നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അന അഖൂക വ അൻത അഖി ഫിൽ ഇസ്ലാം, ഞാൻ നിന്റെ സഹോദരനാണ്, നീ എൻ്റെയും സഹോദരനാണ്. അത് ഫിൽ ഇസ്ലാം, ആദർശത്തിലാണ്. കല്യാണം ഹറാമാകുന്നത് രക്തബന്ധത്തിൽ സഹോദരന്മാരാകുമ്പോഴാണ്, അല്ലെങ്കിൽ കല്യാണം ഹറാമാവില്ല. അതുകൊണ്ട് നിന്റെ മകൾ എനിക്ക് ശരിയാവും, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് അബൂബക്കറിനെ അറിയിച്ചേക്കുന്നു. അങ്ങനെ ഖൗല തിരിച്ച് വീണ്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോഴും അബൂബക്കർ ഇൻതളരി, ഖൗലയോട് പറഞ്ഞു, കാത്തിക്കണേ, ഞാൻ ഇപ്പോൾ വരാട്ടോ എന്നിട്ട് ഇറങ്ങി ഒറ്റപ്പോക്ക്. ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ ഖൗല റളിയല്ലാഹു അൻഹ അത്ഭുതപ്പെട്ടിരിക്കാം. അപ്പോൾ ഉമ്മു റുമാൻ, ആയിഷ ബീവിയുടെ ഉമ്മ പറഞ്ഞു, ഇന്ന മുത്ഇം ബിൻ അദി കാന ഖദ് സകറഹ അല ഇബ്നിഹി. ഇപ്പോൾ അബൂബക്കർ എവിടെ പോയെന്നറിയോ? ഈ നാട്ടിലെ പ്രമുഖനായ ഒരാളുണ്ട്, മുത്ഇം ബിൻ അദി എന്ന അയാളുടെ പേര്. അയാളുടെ മകന് വേണ്ടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ. എന്നിട്ട് അവർ പറഞ്ഞൊരു വാക്ക്, ഫവല്ലാഹി മാ വഅദ വഅദൻ ഖത്തു ഫഅഖ്ലഫഹു ലി അബൂബക്കർ. അബൂബക്കറിന്റെ ഒരു പ്രത്യേകത, ഇന്നേ വരെ ഏതെങ്കിലും ഒരു വാഗ്ദാനം അബൂബക്കർ ചെയ്തിട്ട് അതിന് അദ്ദേഹം നിഷേധിച്ച് കളഞ്ഞിട്ട്, തെറ്റിച്ച് കളഞ്ഞിട്ടില്ല. അബൂബക്കറിന്റെ ലൈഫിൽ അബൂബക്കർ സൂക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് ഒരു വാഗ്ദാനം. അതിന് അമുസ്ലിമിനോടാകട്ടെ മുശ്രിക്കിനോടാകട്ടെ ശത്രുവിനോടാകട്ടെ ഒരാളുടെ ഒരു വാഗ്ദാനം ചെയ്താൽ അതിന് ഒരിക്കലും അദ്ദേഹം തെറ്റിച്ചിരുന്നില്ല. അതുകൊണ്ട് മുത്തഇം അദി ആദ്യം എൻ്റെ മകളെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അയാളുമായിട്ട് സംസാരിച്ച് ശരിയാക്കാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇനി ഇതിന് ഒക്കൂല, അതുകൊണ്ട് പോയതാട്ടോ, നീ കാത്തിക്ക്, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ആലോചിച്ച് നോക്കിയേ, അന്നത്തെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ക്രൂരമായ പ്രവർത്തനമാണെങ്കിൽ ഈ ഉപ്പയും ഉമ്മയും ആദ്യം ആയിഷ ബീവിനെ വേറൊരാൾക്ക് വേണ്ടി ആലോചിക്കുമോ? ആയിഷ ബീവിനെ ആദ്യം കല്യാണ ആലോചനയുമായി പോകുന്നത് നമ്മുടെ റസൂലേ അല്ല, പിന്നെയോ മുത്തഇം അദി എന്ന കാഫിർ, മുസ്ലിം അല്ലാത്ത ആള് ആയിഷ ബീവിയുമായിട്ട് അദ്ദേഹത്തിന്റെ മകന് വേണ്ടിയിട്ട് വിവാഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മുസ്ലിമീങ്ങളുടെ ആചാരവുമായിരുന്നില്ല, അന്നത്തെ ഒരു നാട്ടാചാരം. എന്തിനധികം നമ്മൾ പറയുന്നു, ഒരു നൂറ്റാണ്ട് കാലം മുമ്പ് വരെ നമ്മുടെ നാട്ടിലും ഇത് സർവ്വസാധാരണമായിരുന്നു. ഇനിയൊരു കാലം വരും, അപ്പൊ പെൺകുട്ടികളുടെ വിവാഹപ്രായം എത്രയാവും? 25 or 30 ഒക്കെ ആവും. അതിനർത്ഥം 18ാമത്തെ വയസ്സിൽ വിവാഹം കഴിപ്പിച്ച് വിട്ടാൽ നമ്മളൊക്കെ നമ്മുടെ മക്കളോട് ക്രൂര ചെയ്യുന്ന, അത് ഓരോ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഒരു നൂറ്റാണ്ട് കാലം മുമ്പ് വരെ നമ്മുടെ നാട്ടിലും ഇതൊക്കെ സർവ്വസാധാരണമായിരുന്നു. അന്നത്തെ അറേബ്യയിൽ മുസ്ലിമീങ്ങളുടെ മാത്രം പ്രത്യേകതയല്ല, അമുസ്ലിമായ ഒരു മനുഷ്യൻ ഈ ആയിഷ ബീവിയെ തന്നെ ആദ്യമേ വിവാഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആർക്കെങ്കിലും ഒരാൾക്ക് വാഗ്ദാനം ചെയ്താൽ അദ്ദേഹം അത് തെറ്റിക്കുമായിരുന്നില്ല. അബൂബക്കർ നേരെ മുത്തഇം അദീന്റെ അടുക്കൽ പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഇതൊന്നും ഒഴിവാണല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇതിനെക്കാട്ടിയൊക്കെ വലിയ പ്ലാനർ ആരാ? അള്ളാഹുവിൻ്റെ പ്ലാനിങ് നോക്കണേ. മുത്തഇം അദീൻ്റെ വീട്ടിലെത്തിയപ്പം അവിടെ ഈ മുത്തഇം അദിയുടെ ഭാര്യ ഉണ്ടായിരുന്നു, ഉമ്മുൽ ഫത്ത. ഈ വിവാഹം ചെയ്തു കൊടുക്കാൻ വിചാരിക്കുന്ന ചെറുക്കൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു കയറി എന്നിട്ട് ഇങ്ങനെയൊക്കെ കാര്യം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഈ പെണ്ണുങ്ങൾ ചാടിക്കയറി വന്നിട്ട് പറഞ്ഞു, യബ്ന അബി ഖുഹാഫ, അല്ലയോ അബൂ ഖുഹാഫയുടെ മകനെ, ലഅല്ലക മുസ്ബിൻ സാഹിബന ഫതുദ്ഖില ഫീ ദീനിക അല്ലദി അൻത അലൈഹി തസവ്വജ ഇലൈഹി. നിന്റെ ഉദ്ദേശം
ഞങ്ങളുടെ മോനെ അങ്ങ് പിയാപ്പിളയാക്കിയിട്ട് എടുത്തിട്ട് നിന്റെ പുതിയ ദീനിലേക്ക് അവനെ പ്രവേശിപ്പിച്ചിട്ട് ഞങ്ങളുടെ പഴയ ദീനിൽ നിന്ന് അവനെ തെറ്റിച്ച് കളയാനാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് കേട്ടോ, അതാണോ നിന്റെ ഉദ്ദേശം എന്ന് അവരിങ്ങോട്ട് ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു എന്തെങ്കിലും പറയുന്നതിന് പെണ്ണുങ്ങൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരെ മുത്അബ് ബിൻ അദീനോട് തിരിഞ്ഞിട്ട് ചോദിച്ച്, അതഖൂലു മാ ഹാദിഹി തഖൂൽ, ഇവൾ പറയുന്ന അതേ അഭിപ്രായം നിനക്കും ഉണ്ടോ മുത്അബ് ബിൻ അദിയെ എന്ന് ചോദിച്ചു. അപ്പം അതിന് മറുപടി അയാൾ പറയും, ഇന്നഹാ തഖൂലു ദാലിക്, കുറച്ച് നാളായി അവിടെ ഇങ്ങനെ പറയുന്നു. അയാൾ നിഷേധിച്ചിട്ടൊന്നുമില്ല. അതെന്ത് പറഞ്ഞു, കുറച്ച് നാളായി പെണ്ണുങ്ങൾ ഇങ്ങനെ പറയുന്നു, എനിക്ക് അങ്ങനത്തെ അഭിപ്രായം ഉണ്ടോന്നോ ഇല്ലയെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ, അറബികൾ ഞാനും അതിനോട് യോജിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ്. കുറച്ച് നാളായി അവൾ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു. അബൂബക്കർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ആദർശത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഒരു അമുസ്ലിമായ ആളുടെ വീട്ടിലേക്ക് ഒരു മുസ്ലിമായ എൻ്റെ മകളെ അയച്ചിട്ട് അവളുടെ ദീന് ആദർശവും കുളവാക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് ഞാൻ ചെയ്ത വാഗ്ദാനം പൂർത്തീകരിക്കേണ്ട കാര്യമില്ല. ഏറ്റവും വലുത് എപ്പോഴും എന്താ, ആദർശമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇറങ്ങി വന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് ക്ലിയർ ആയിരുന്നു. ആ വാഗ്ദാനത്തെ പറ്റി അദ്ദേഹത്തിന് ഒരു പരിഭവമേ ഇല്ലാതെ. കാരണം ഇനി വാഗ്ദാനം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ആര് പിടിക്കൂല, അള്ളാഹു പിടിക്കൂല. ഇപ്പം ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വാഗ്ദാനത്തെ പൊളിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. എൻ്റെ മകള് ആ അമുസ്ലിമിൻ്റെ കൂടെ കഴിയുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നിട്ട് ഹൗല ബീവിയോട് പറഞ്ഞു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ അള്ളാഹിൻ്റെ റസൂലിനെ വിളിച്ചോണ്ട് വാ, എന്നിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാം നമുക്ക്. ഇവിടെ നമ്മൾ ആലോചിക്കണേ, ശരിക്കും നമ്മുടെ കൺസെപ്റ്റിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരോടെ പറയുന്നത്, ഹൗലയോടെ പറയുന്നത് അള്ളാഹിൻ്റെ റസൂലിനെ പോയിട്ട് വിളിക്കുന്നു. ശരിക്കും നമുക്കത് സങ്കല്പിക്കാൻ കഴിയുമോ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് അബൂബക്കർ ഓടിപ്പോണ്ടേ, നബിയെ ഞാൻ എന്താ വേണ്ടത് അങ്ങനെ. പക്ഷെ എന്താ ചെയ്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കല്യാണ വിഷയത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നാട്ടു നടപ്പിനെ പൂർണ്ണമായും പരിഗണിച്ചിരുന്നു. അന്നത്തെ നാട്ടു നടപ്പനുസരിച്ചിട്ട് ആരാണോ കല്യാണാലോചന കൊണ്ടുവന്നത് അവർ തന്നെയാണ് ആ ചെക്കനെ വിളിച്ചുകൊണ്ട് വരുന്നത്. അന്നൊരു നാട്ടു നടപ്പ് അന്ന് ഉണ്ടായിരുന്നു. ആ നാട്ടു നടപ്പിനെ പോലും അബൂബക്കർ റളിയല്ലാഹു അൻഹു തെറ്റിച്ചിട്ടില്ല. അതായത് ഈ വിവാഹ വിഷയത്തിൽ അന്നത്തെ പൊതു നിയമങ്ങളൊന്നും തെറ്റിക്കപ്പെട്ടിട്ടില്ല. ശരിക്കും അബൂബക്കറിന്റെ റളിയല്ലാഹു അൻഹു സ്നേഹം വെച്ചിട്ട് ഓടിപ്പോണ്ടേ, നബിയുടെ കാലിൽ വീഴണ്ടേ, നബിയെ ഓടി വാ, അങ്ങേ എന്താ വേണ്ടത്, ഇങ്ങോട്ട് കൊണ്ടുവരണോ എന്നൊക്കെ ചോദിക്കണ്ടേ, ഒന്നുമില്ല. ഹൗല ബീവിയോട് പറഞ്ഞു, നീ പോ, റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് വാ, നമുക്ക് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു കൊണ്ടുവന്നു. അവിടെ വെച്ചിട്ട് അവരുടെ വിവാഹം നടന്നു. അപ്പോൾ ആയിഷ ബീവിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 6 വയസ്സ് മാത്രമേ ഉള്ളൂ. അതിനുടനെ വീട് കൂടിയോ? ഇല്ല. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷമാണ് വീട് കൂടുന്നത്. ആ സംഭവമാണ് നമുക്ക് പറയേണ്ടത്. അതിനു മുമ്പ് എന്തായിരുന്നു മഹർ അല്ലേ? കല്യാണം നടക്കുമ്പോൾ മഹർ ഉണ്ടാവുമല്ലോ. ഇപ്പം ഇന്നത്തെ വലിയ പ്രശ്നം, സ്വർണ്ണത്തിന് വില കൂടിയപ്പോൾ നമ്മൾ ആണുങ്ങളെല്ലാം വെട്ടിലായിട്ടാണുള്ളത്. നമ്മളാണുങ്ങൾ എന്ന് പറയേണ്ട ആവശ്യമുണ്ട്, കല്യാണം കഴിക്കാത്തവരൊക്കെ വെട്ടിലായിട്ടാണുള്ളത്. എങ്ങനെ മഹർ കൊടുക്കും എന്നുള്ള ബേജാറിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹർ എന്തായിരുന്നു? ആയിഷ ബീവി എന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ അവിടുത്തെ ഭാര്യമാർക്ക് കൊടുത്തിരുന്ന മഹർ 12 ഊഖിയതൻ വനിഷൻ, ഏകദേശം 12.5 ഊക്കിയ സ്വർണ്ണമായിരുന്നു എന്ന് പറഞ്ഞു. അതിങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പം ഏകദേശം 50 ദീനാർ എന്നുള്ള കണക്കാണ്. 500 ദിർഹം എന്ന് പറഞ്ഞാൽ 50 ദീനാറാണ്. 50 ദീനാർ എന്ന് പറഞ്ഞാൽ 212.5 ഗ്രാം വരെ കേട്ടോ. 212.5 ഗ്രാമാണ് സാധാരണഗതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാർക്ക് മഹറായി നൽകിയത്. അപ്പോൾ ഏകദേശം എത്ര പവൻ വരും? 27 പവനോളം വരുമായിരിക്കും. 8 ഗ്രാമല്ല ഒരു പവൻ അല്ലേ? അപ്പോൾ 212 ഹരിക്കണം, അങ്ങനെ നോക്കിയാൽ അപ്പോൾ 212 ഗ്രാം ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ സ്ത്രീകൾക്ക് ഭാര്യമാർക്ക് മഹറായി നൽകിയത്. അപ്പോൾ ആയിഷ ബീവിക്കും അതേ മഹർ തന്നെ ആയിരിക്കണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് മദീനയിലെത്തിയ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് മാസങ്ങൾ കാത്തു നിന്നു. ഷവ്വാലായപ്പം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ആ സമയത്ത് അതിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു, മദീനയിൽ എത്തിയ ഉടനെ സഹാബാക്കൾക്ക് മുഹാജിരീങ്ങൾക്കൊക്കെ വലിയ പനി ബാധിച്ചിരുന്നു. എല്ലാവർക്കും വലിയ വലിയ അസുഖങ്ങൾ ബാധിച്ചിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹുക്ക് ഭയങ്കര പനി വന്നിരുന്നു. ആയിഷ ബീവി പറയാ, ഫൗഇത്തു, ആ സമയത്ത് എനിക്കും പനി വന്നിട്ടുണ്ടായിരുന്നു. ഫതമറക ശഅരി, ആ വന്ന പനിയിൽ എൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയിരുന്നു. എൻ്റെ രണ്ടാമത് മുടി വന്നിട്ട് ഏകദേശം എൻ്റെ മുടി ഇത്ര ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് റിവായത്തുകളിൽ ആ കല്യാണ സമയത്തെ അനുഭവങ്ങൾ ആയിഷ ബീവി വിവരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്കേ വരുന്ന ശിഷ്യന്മാരൊക്കെ റസൂലുള്ളാഹിനെ കുറിച്ചും അവരുടെ കല്യാണത്തെക്കുറിച്ചും ഇവരോട് ചോദിച്ചിട്ടുണ്ടാവും. എങ്ങനെയായിരുന്നു, ആദ്യം കണ്ടത് എങ്ങനെയാണ്, ഫസ്റ്റ് പോയത് എങ്ങനെയാണ്, അന്ന സമയത്ത് നിങ്ങളെ കോലം എന്താ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അതിന് മറുപടി ആയിട്ടായിരിക്കണം ഏകദേശം മുത്തവാത്തിറിന്റെ ദർജ വരെ എത്തിയത്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ എണ്ണപ്പെടാൻ കഴിയാത്ത അത്രയും അധികം ആളുകൾ റാവിമാർ ഈ ഹദീസുകളെ റിവായത്ത് ചെയ്യുന്നുണ്ട് എന്നാണ്.
മനസ്സിലായില്ലേ? അപ്പൊ ഓരോരുത്തർ വന്ന് ചോദിച്ചിട്ടുണ്ടാവും, അവർക്കൊക്കെ വലിയ ആവേശത്തോടു കൂടി ഐഷ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ കല്യാണ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ട് വീട് കൂടുന്ന സംഭവം പറയാം. അന്ന് എനിക്ക് പനിയൊക്കെ വന്ന് മുടിയൊക്കെ കൊഴിഞ്ഞു പോയി. രണ്ടാമത് മുടി വന്നിട്ട് ഇത്രയും വരെ മുടിയുള്ള സമയത്താണ് മുടി ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഫഅതത്നി ഉമ്മു റുമാൻ വഇന്നി ലഫി ഉർജൂഹ. ഒരു ദിവസം കൊണ്ട് ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മു റുമാൻ എൻ്റെ അടുക്കലേക്ക് ഓടി വരുന്നു. ആ സമയത്ത് നമ്മൾ സാധാരണ ഒരു പലക, ഒരു ഉയർന്ന സ്ഥലത്ത് ഒരു പലക എന്നിട്ട് ഇവിടെ കയറുമ്പോൾ ഇപ്പുറത്തെ സ്ഥലത്ത് പൊന്തും, എന്നിട്ട് ഈ കുട്ടി ഇങ്ങോട്ടാവുമ്പോൾ ഇങ്ങനെ കളിക്കുന്ന കുട്ടികൾ കളിക്കുന്ന ഒരു സാധനം ഇല്ലേ, അങ്ങനത്തെ സാധനത്തിൽ ഞാൻ കളിച്ചുകൊണ്ട് ഞാൻ മേലെ എത്തിയിരിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരി താഴെ ഇരിക്കുന്ന സമയത്ത് ഉമ്മു റുമാൻ ഓടി വന്നിട്ട് എന്നെ വിളിച്ചു. എന്നിട്ട് ഓടി വരാൻ പറഞ്ഞു. ഞാൻ ഓടി അവരുടെ അടുക്കലേക്ക് പോയി. എനിക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. അവരെന്നെ ഓടിക്കൊണ്ടുവന്നു, വാതിലിൻ്റെ അവിടെ നിർത്തി. ഞാനിങ്ങനെ കിതക്കുന്നുണ്ടായിരുന്നു. ആ കിതപ്പൊന്ന് അടങ്ങിയപ്പോൾ അവരെന്നെ വിളിച്ച് കൊണ്ടുപോയി കുറച്ച് വെള്ളം എടുത്ത് എൻ്റെ മുഖത്തൊക്കെ ഒന്ന് കഴുകി, മുഖമൊക്കെ ഒന്ന് തേച്ച് കഴുകി എനിക്ക് റെഡിയാക്കി. ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഐഷ ബീവി റളിയല്ലാഹു അൻഹയെ റെഡിയാക്കിയിട്ട് മേക്കപ്പ് ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭർത്താവിൻ്റെ അടുക്കലേക്ക് കൊടുക്കാൻ പോവാം. അപ്പം നടന്ന മേക്കപ്പ് വർക്ക് എത്രയേ ഉണ്ടായിരുന്നുള്ളൂ? ഒന്ന് മുഖമൊക്കെ വെള്ളം കൊണ്ടൊന്ന് കഴുകി റെഡിയാക്കി കൊടുത്തു. ഇന്നത്തെ കാലത്തെ പോലെ ആദ്യം ഒന്ന് പുട്ടിയിട്ട് അല്ലേ, പിന്നെ ഒന്ന് പെയിൻ്റ് അടിച്ച്, എന്നിട്ട് ഓളൊന്ന് നിസ്കരിക്കാൻ വേണ്ടി ഒതുകൊടുക്കട്ടെ എന്ന് അനുവാദം ചോദിച്ചു. പറ്റൂല, ലക്ഷങ്ങൾ ചിലവാക്കി അടിച്ച പെയിൻ്റാണ്, ഒതുകൊടുക്കാനും പറ്റൂല, കുളിക്കാനും പറ്റൂല. അങ്ങനെ 2 ദിവസത്തെ നിസ്കാരവും കളഞ്ഞ് അങ്ങനെയുള്ള മേക്കപ്പുകളൊന്നുമില്ല. നമ്മുടെ മഹദി, നമ്മുടെ മാതൃക, നമ്മുടെ റോൾ മോഡൽ ഐഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ഉമ്മ ഇങ്ങോട്ട് മാറ്റി നിർത്തി മസഹത് ബിഹി വജ്ഹി വറഅസി, എൻ്റെ തലയും മുഖമൊക്കെ ഒന്ന് വെള്ളം കൊണ്ട് കഴുകി. സുമ്മ അദ്ഖലത്നി അദ്ദാർ. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇവിടെ ആരാ റെഡിയാക്കി കൊടുക്കുന്നത്? ഉമ്മയാണ്. അന്ന് റസൂലുള്ളാഹി ചെയ്തത് ക്രൂരതയാണെങ്കിൽ ആ ക്രൂരതയ്ക്ക് ഈ ഉമ്മ കൂട്ടിക്കുന്ന പോലെയല്ലേ ആകുക? ഉമ്മ സ്ത്രീയല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്ത് പറയണം? നമുക്ക് നമ്മുടെ പെൺമക്കളോടെല്ലാം ഭയങ്കര സ്നേഹമാണ്, അന്നത്തെ കാലത്തെ ആൾക്കാർക്ക് അവരുടെ പെൺമക്കളോട് സ്നേഹം ഇല്ലായിരുന്നു എന്നൊക്കെ വലിയ കള്ളം പറയണം. അതൊന്നും ഒരിക്കലും ചരിത്രം അംഗീകരിക്കുന്നതല്ല. മനസ്സിലായോ? അപ്പോൾ ഏതായാലും എന്നെ എന്നിട്ട് വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റി. വീട്ടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ അവിടെ കുറേ അൻസാരി സ്ത്രീകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും ഇതൊരു വിചിത്രമായ സംഭവമായിട്ട് തോന്നിയിട്ടേ ഇല്ല. അവരെ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവരെനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ തുടങ്ങി. അലൽ ഖൈരി വൽ ബറക വഅലാ ഖൈരിൻ തായിർ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല ദുആക്കൾ അവർ എനിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഉമ്മ എന്നെ അവരെ ഏൽപ്പിച്ചു. ഞാനൊന്ന് മൊഞ്ചാക്കിനി, നിങ്ങളൊന്ന് റെഡിയാക്കുമെന്ന് പറഞ്ഞു. അവരും എന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുടിയുതൊക്കെ ശരിയാക്കിയിട്ട് എന്നെ മൊഞ്ചാക്കി നിർത്തി. ഫലം യറുഅനി ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഞാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ പെട്ടെന്നതാ എൻ്റെ അടുക്കലേക്ക് എൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നു. അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞു, ഹാ ഉലാഇ അഹ്ലുക്, ദാ ഇതാട്ടോ നിൻ്റെ ആള്, ബാറക്കല്ലാഹു ലക ഫീഹാ വബാറക ലഹും ഫീക, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ദുആ ചെയ്തു. അപ്പോൾ ഫവസബ റിജാലു വന്നിസാ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അൻസാരികളായ ആളുകളുണ്ടായിരുന്നല്ലോ, അവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഫബനാ ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിന, അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനുമായിട്ട് വീട് കൂടിയിരുന്നു. സന്തോഷമായില്ല കണ്ണൂരുകാർക്ക്? റസൂലുള്ള എവിടെ ആദ്യമായിട്ട് വീട് കൂടിയത്? ഐഷ ബീവിയായിട്ട് ഭാര്യ വീട്ടിൽ. ഇനി ഇതിനപ്പുറം എന്താ തെളിവ് വേണ്ട? എന്തെങ്കിലും തെളിവ് വേണോ? ആദ്യത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ, പിന്നെ അങ്ങോട്ടേക്ക് പോയിന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വീട് കൂടിയെന്ന. അതിനുശേഷം പറയുന്നുണ്ട്, മാ നഹറ ലി ജസൂറൻ വലാ ദബ്ദു ബിഹലി ഷാത്ത്, എനിക്ക് വേണ്ടിയിട്ട് ഒരൊട്ടകത്തെയും അറുക്കപ്പെട്ടിട്ടില്ല, ഒരാടിനെയും അറുക്കപ്പെട്ടിട്ടില്ല എന്ന്. കാരണം ഒന്നുമില്ല, പാവങ്ങളായിരുന്നു. ഹത്ത അർസല ഇലൈന സഅദ് ഇബ്നു ഉബാദ ബിജഫ്നത്തിൻ കാന യുർസിലു ബിഹാ ഇലാ റസൂലില്ലാഹ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു, എല്ലാ ദിവസവും നബി തങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് നൽകിയിരുന്ന സഹാബിയെക്കുറിച്ച് അല്ലേ, സഅദ് ഇബ്നു ഉബാദ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, റസൂലുള്ളാഹി ഹിജ്റ ചെയ്ത് മദീനത്ത് വന്നതിന് ശേഷം 10 വർഷക്കാലം ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും നബി തങ്ങൾക്ക് ഹജ്ജ് കൊടുത്തേക്കായിരുന്നു. അധിക ദിവസവും ഭക്ഷണ സാധനങ്ങളായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം സഅദ് ഇബ്നു ഉബാദയുടെ വീട്ടിൽ നിന്ന് സാധാരണ പോലെ രാത്രിയിൽ ഗിഫ്റ്റ് വന്നപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നു. അതല്ലാതെ വേറെ വലിയമയോ ഭക്ഷണമോ ഒന്നും എൻ്റെ വിവാഹത്തിന് ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ആ പാവൻ സഹാബി സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു തന്ന ആ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ബാക്കി എല്ലാവരും പിരിഞ്ഞുപോയി, ഞങ്ങൾ വീട് കൂടി. അന്ന് എനിക്കുണ്ടായിരുന്ന വയസ്സ് 9 വയസ്സായിരുന്നു എന്ന് മഹദി റളിയല്ലാഹു അൻഹ പറയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഷവ്വാൽ മാസത്തിലാണ്. ഇതിന് മുമ്പ് ആദ്യമായിട്ട് കല്യാണം നടക്കുക, ഖുലൈഫ റളിയല്ലാഹു അൻഹു വന്നിട്ട് കല്യാണം പറയുന്നത് അതും ഷവ്വാൽ മാസത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഐഷ ബീബി തന്നെ കാണാൻ വരുന്ന ശിഷ്യന്മാരോട് പറയായിരുന്നു, എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖദ് നടത്തിയത്, വിവാഹ കരാറ് നടത്തിയത് അതും എനിക്ക് 6 വയസ്സുള്ളപ്പം ഷവ്വാൽ മാസത്തിലായിരുന്നു.
ഞാനുമായി വീട് കൂടിയതും ഷവ്വാൽ മാസത്തിലായിരുന്നു. അപ്പം അൻസാരി സ്ത്രീകളൊക്കെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ അവർ പറയുമായിരുന്നു നിങ്ങൾ ഷവ്വാൽ മാസത്തിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണേന്ന് പറയുമായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. അധിക കല്യാണങ്ങൾ നടക്കുന്നത് റമദാൻ കഴിഞ്ഞ ഉടനെയാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കല്യാണം ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ നീട്ടിവെക്കൊന്നും വേണ്ട. കല്യാണം എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കാൻ പാടില്ല എന്നാ. മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ നീട്ടിവെക്കാൻ കഴിയാത്ത. അതിലൊന്നാണ് കല്യാണപ്രായം, പിന്നെ നീട്ടിവെക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ ആ മാസങ്ങളിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷവ്വാൽ മാസത്തിലാക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവിയും കല്യാണം നടന്നതും വീട് കൂടിയതൊക്കെ ഷവ്വാൽ മാസത്തിലായിരുന്നു. അതുപോലെ ആയിഷ ബീവി ഷവ്വാൽ മാസത്തിൽ ബാക്കിയുള്ളവരുടെ വിവാഹങ്ങളാകാൻ വേണ്ടി ഇഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു. ഇനി അങ്ങോട്ട് അവരുടെ വിവാഹ ജീവിതത്തിൽ സുന്ദരമായ പല നിമിഷങ്ങളുണ്ട്. എത്ര മണിക്ക് ബാങ്ക്? 23. ഇമാം അബൂദാവൂദും അഹ്മദും ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നു. ആ ദിവസത്തിൽ ഐഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ചെറിയ പിണക്കം നടക്കുന്ന ദിവസമായിരുന്നു. അന്നാണ് ഐഷ ബീവിയുടെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് മോളെയും ഭർത്താവിനെയും കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ വീട്ടിൻ്റെ വാതിൽക്ക് പോലെ വന്ന് നിൽക്കുമ്പോൾ കേൾക്കുന്നത് ഐഷ ബീവി ഈ പിണക്കത്തിൻ്റെ സമയത്ത് ദേഷ്യം പിടിച്ച് ഒച്ചത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്ന ശബ്ദമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. ഇത് ഇബ്നു ഹജർ അസ്കലാനി ഫതുഹുൽ ബാരിയിൽ സഹിഹ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസ്. ഇപ്പോൾ ആധുനിക പണ്ഡിതനായ ഇമാം ഷെയ്ഖ് അൽബാനിയും ഈ ഹദീസിനെ സഹിഹാക്കുന്നുണ്ട്. പ്രബലമായ റിവായത്താണ്. അപ്പോൾ ഒച്ചത്തിൽ പറയുന്ന വാക്ക് എന്താണെന്ന് അഹമ്മദിന്റെ റിവായത്തിൽ വരുന്നുണ്ട്. സാധാരണ പെണ്ണുങ്ങൾ പറയുന്നത് പോലെ ആയിഷ ബീവി ഒച്ചത്തിൽ പറയാ വല്ലാഹി ലഖദ് അറഫ്തു അന്ന അലിയൻ അഹബ്ബു ഇലൈക മിൻ അബി മറത്തൈൻ ഔ സലാസ. 2-3 വട്ടം ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. സാധാരണ പെണ്ണുങ്ങൾ പറയുമല്ലോ, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ ആളുകളെ വലുത്, എൻ്റെ ആൾക്കാരൊന്നും നിങ്ങൾക്ക് വലിയ വിലയില്ലല്ലോ എന്ന് പറയുന്നത് പോലെ എനിക്ക് അപ്പോഴേ അറിയാം എൻ്റെ ഉപ്പയേക്കാൾ നിങ്ങൾക്ക് എപ്പോഴും സ്നേഹം അലീനോടാ, നമ്മളാരും നിങ്ങൾക്ക് വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഐഷ ബീവി ഒച്ചത്തിൽ ദേഷ്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് അബൂബക്കർ അനുവാദം ചോദിച്ചു റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. അപ്പോൾ നമ്മളൊന്ന് ഇനി വരികൾക്കിടയിൽ വായിക്കണേ. സ്വാഭാവികമായിട്ടും ഐഷ ബീവി റസൂലുള്ളാഹിയുമായിട്ട് പിണങ്ങിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരാൾ വന്ന് വാതിൽക്കൽ മുട്ടുന്നു. ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉപ്പയാണെന്ന് അറിയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഐഷ ബീവിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഹാവു, ഈ പിണക്കത്തിന് സമയത്ത് എനിക്കൊരു സപ്പോർട്ട് ഇനി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഒരു സമാധാനം എന്തായാലും ഉണ്ടായിട്ടുണ്ടാകണം. പക്ഷേ വാതിൽ തുറന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അകത്ത് കയറലും തനാവലഹ ലിയൽതിമഹ, ഐഷ റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് നോക്കി ഒന്ന് പൊട്ടിക്കാനായി അവരുടെ നേരെ ചീറി അടുത്തു എന്നാണ്. ഐഷ ബീവി ഓടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാക്കിൽ ഒളിച്ചു. സാധാരണ ഒരു കുട്ടി പേടിച്ച് തൻ്റെ ഉമ്മയുടെ വസ്ത്രത്തിന്റെ പിന്നിൽ ഇങ്ങനെ ഒളിക്കുന്നത് പോലെ ഓടി ഒളിച്ചു. ഫജഅല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്ജുസു, നബി തങ്ങൾ ചാടിയ അബൂബക്കറിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ തട്ടി മാറ്റാതെ, യഹ്ജുസു എന്ന് പറഞ്ഞാൽ തട്ടി മാറ്റി തടഞ്ഞ് അബൂബക്കറിനെ ഒന്ന് അടക്കിയിരുത്താൻ നോക്കി. അടിയിൽ നിന്ന് ഐഷ ബീവിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യത്തിൽ ചോദിച്ചു, അല അറാകി തർഫഈന സൗതകി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ ഐഷ ഈ കാണുന്നത്? അള്ളാന്റെ റസൂലിന്റെ മേൽ നീ ശബ്ദമുയർത്തുകയോ? എങ്ങനെ ധൈര്യം വന്നു നിനക്ക്? ഒരു പക്ഷേ ഐഷ ബീവിക്ക് തൻ്റെ ഉപ്പയാണ് വന്ന് എന്നത് ഓർത്തിട്ട് സമാധാനമുണ്ടായെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പുറത്തെ ഭാഗത്ത് റസൂലുള്ളയാണെങ്കിൽ ഈ ഭാഗത്ത് പിന്നെ അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം മോളാകട്ടെ ഉപ്പയാകട്ടെ ഉമ്മ ആകട്ടെ ഒന്നും ഒരു വിഷയമല്ലായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള സഹാബാക്കളും നബി തങ്ങളെ സ്വന്തം മകളേക്കാൾ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ എന്തിനധികം സ്വന്തം നഫ്സിനേക്കാൾ സ്നേഹിച്ചിരുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് ആകെ ദേഷ്യം പിടിച്ച് ഐഷ ബീവി പേടിച്ച് റസൂലുള്ളാഹിന്റെ ബാക്കിൽ ഇങ്ങനെ വിളിച്ച് നബി തങ്ങൾ ഒരു വിധത്തിൽ അബൂബക്കറിനെ തടഞ്ഞ് ശാന്തനാക്കി തിരിച്ചയച്ചു. അദ്ദേഹം ദേഷ്യത്തോടുകൂടി തിരിഞ്ഞുപോയി. അദ്ദേഹം പോയ ഉടനെ റസൂലുള്ളാഹി പതുക്കെ തിരിഞ്ഞ് ഐഷ ബീവിനെ നോക്കി. എന്നിട്ട് സഹിഹായ റിവായത്താണ്, ഐഷ ബീവിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇപ്രകാരം ചോദിച്ചു എന്നാ, കൈഫ റഅയ്തനി അൻകദ്തുകി മിനർ റജുൽ. കണ്ട ഇപ്പം അവസാനം ആ മനുഷ്യൻ്റെ അടിയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്നാ. ഇനി ഇബ്നു അസാക്കിറിന്റെ റിവായത്തിൽ വരുന്നത്, ഫലമ്മ ഖറജ, അബൂബക്കർ റളിയല്ലാഹു പോയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ, ആ ഡിമാൻഡ് വിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു പോയി, ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ പേടി മാറിയല്ലോ. അപ്പം ഞാൻ റസൂലുള്ളാഹി ഒറ്റക്കായല്ലോ. അപ്പം ഫഖുംതു, ഞാൻ പിന്നെയും ഡിമാൻഡിൽ ഇങ്ങനെ മസിൽ പിടിച്ച്, ഫതനഹൈതു, ഞാൻ മാറി നിന്നു. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനി ബാ ഐഷ ഇങ്ങോട്ട് വാ. ഫഅബൈതു, ഞാൻ പറഞ്ഞു ഞാൻ വരൂല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലഖദ് കുൻതി മിൻ ഖബ്ലു ശദീദത്തൽ ലുസൂഖി ബി ലഹരി
ഓഹോ, കുറച്ച് മുമ്പ് വരെ എൻ്റെ ചുമലിൽ പറ്റിപ്പിടിച്ച് നിന്ന ആളായിരുന്നല്ലോ, ഇപ്പം എന്താ വലിയ ഡിമാൻഡ്, മതി പെണ്ണേ ബാ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് എന്നെ സ്നേഹത്തോടെ വിളിച്ചു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ആരെക്കുറിച്ചാണ് പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നത്തെ ഭൂമി കണ്ട ഏറ്റവും വലിയ മഹാൻ അല്ലേ, അന്ന് ഏറ്റവും വലിയ തിരക്കുള്ള ആള്, എന്തൊക്കെ ഡ്യൂട്ടികളുള്ള ആളാ അദ്ദേഹം. ആ മഹാമനുഷ്യന്റെ വീട്ടിൻ്റെ അകത്ത് നടക്കുന്ന സംഭവമാണ് ഈ സംഭവം. കുറച്ച് നാളുകൾ കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരാതായി. കുറേ നാളുകൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഒരു ദിവസം ഇങ്ങനെ പുറത്ത് നിന്ന് പണ്ടത്തെ പോലെ വാതിൽ മുട്ടിയിട്ട് അനുവാദം ചോദിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് രണ്ടുപേരുടെയും ചിരിയും കളിയൊക്കെ കേൾക്കുന്നു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഭയങ്കര സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, അത് ഖിലാനി ഫി സിൽമിക്കുമാ കമാ അദ്ഖൽതുമാനി ഫി ഹർബിക്കുമാ, പണ്ട് നിങ്ങളുടെ യുദ്ധ സമയത്ത് നിങ്ങൾ എനിക്ക് ഉള്ളിലേക്ക് അനുവാദം തന്ന പോലെ ഇപ്പം സന്ധ്യ സമയത്ത് നിങ്ങൾ എനിക്ക് അനുവാദം തരണേ എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഖദ് ഫഅൽന ബാബാ, ഓക്കെ നിങ്ങൾ കയറിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിനകത്ത് പ്രവേശിച്ചാൽ, വീട്ടിനകത്ത് കയറൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? നല്ലൊരു ചോദ്യമാണല്ലേ, നമുക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യം. എന്തായിരുന്നു ചെയ്തിരുന്നത്? അസ്വദ് റഹിമഹുല്ല ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മാപ്പിള ഞങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ വീട്ടിനകത്ത് കയറിയാൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? എന്തായിരുന്നു അറിയോ മഹദിയുടെ മറുപടി? സാധാരണ നമ്മുടെയൊക്കെ ആളുകൾ പറയുന്നത് പോലെ ചിലപ്പം വീട്ടിനകത്ത് കയറിയാൽ കുറച്ച് നേരം ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കും, ഭക്ഷണമായി എന്ന് പറഞ്ഞ് ഞാൻ കിച്ചണിൽ നിന്ന് വിളിച്ചു പറയുമ്പം ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കും. ചിലപ്പോൾ ആ സമയത്തും കയ്യിൽ മൊബൈൽ ഉണ്ടാവും. പിന്നെ ഇനി പുറത്തുനിന്ന് നല്ല വർക്ക് പ്രഷറിലും അതേപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളുടെ ഭാരമൊക്കെ പേറിയിട്ടാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഫ്രസ്ട്രേഷൻ ഞങ്ങളോട് തീർക്കും, ദേഷ്യം പിടിക്കും, ചൂടാവും. ഇനി നല്ല മൂടാണെങ്കിൽ കുറച്ച് കളിച്ച് ചിരിച്ചൊക്കെ സംസാരിക്കും, പിന്നെ കിടന്നുറങ്ങും. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മറുപടി. ഒറ്റ വാക്കിൽ അവർ മറുപടി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറിയാൽ ഖാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹിന ഐ ഫീ ഖിദ്മതി അഹ്ലിഹി, നബി തങ്ങൾ വീട്ടിൽ കയറിയാൽ പിന്നെ തൻ്റെ ഭാര്യയുടെ തൻ്റെ വീട്ടുകാരിയുടെ ഖിദ്മത്തിലായിരിക്കുന്ന, സേവനത്തിലായിരിക്കുന്ന, അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിനകത്ത് കൂടുമായിരുന്നു. ഫൈദ ഹളറത്തി സ്വലാ ഖറജ ഇല സ്വലാ, നമസ്കാരത്തിന് സമയമായി ബാങ്ക് കൊടുത്താൽ അതുവരെ അവിടെ ഖിദ്മത്തിലായി കഴിയും. ബാങ്ക് കൊടുത്ത് നമസ്കാരത്തിന് സമയമായാൽ നമസ്കരിക്കാൻ വേണ്ടി പോകുന്ന. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അല്ലേ, ലോകത്തെ അന്നത്തെ കാലത്ത് ഏറ്റവും അധികം തിരക്കുണ്ടായിരുന്ന ആൾ. നമ്മളിന്ന് പലരും തിരക്കിൻ്റെ കാരണമാണല്ലോ പറയൽ, പക്ഷേ അന്നത്തെ കാലത്ത് ഏറ്റവും തിരക്കുണ്ടായിരുന്ന മനുഷ്യൻ വീട്ടിനകത്ത് കയറിയാലോ ആ ഫ്രസ്ട്രേഷൻ ഉണ്ടോ, ആ തിരക്കുണ്ടോ, ആ ചൂടാവലുണ്ടോ? ഒന്നുമില്ല. ഖാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി എന്നാണ് ആ മാപ്പിളയെക്കുറിച്ച് ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത്. അപ്പോൾ നബിതങ്ങളിൽ നിന്നുള്ള മാതൃക എന്ന് പറഞ്ഞാൽ വെറും മിഹ്റാബിലും പള്ളിയിലും ഒക്കെ നിൽക്കുമ്പോൾ മാത്രമല്ല നമുക്കുള്ളത്, മറിച്ച് വീട്ടിൻ്റെ അകത്തും ഒരു ഭാര്യ ഭർത്താവായി നിൽക്കുമ്പോഴും ഗ്രഹനാഥനായി നിൽക്കുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരുന്ന നല്ല അനുയായികളായി മാറാൻ കഴിയും. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ഐഷ ബീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ടുള്ള വിവാഹവും അതിനോട് തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നത്, ഇതിലെവിടെയാണ് നിങ്ങൾക്ക് ക്രൂരത കാണാൻ പറ്റിയത്? ഇതിലെവിടെയാണ് നിങ്ങൾക്ക് അവകാശ ധ്വംസനം കാണാൻ പറ്റിയത്? ഇതിലെവിടെയാണ് നിങ്ങൾക്ക് പീഡനം കാണാൻ പറ്റി? ഇനിയും നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. എന്നിട്ടും ഞാൻ ചുരുക്കും. കാരണം എന്താ, അങ്ങനെ പറയാൻ നിന്നാൽ 3-4 ക്ലാസ് അകലെ പോകും. അതുകൊണ്ട് അടുത്ത ഒരു ക്ലാസ്സിലും കൂടി കുറച്ച് സംഭവങ്ങൾ കൂടി പറഞ്ഞിട്ട് തൽക്കാലം ഞാൻ ചുരുക്കി നിർത്തും. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരിക. ഇവർക്കൊന്നും മറുപടി കൊടുത്ത് നമ്മൾ വെറുതെ നമ്മുടെ ആയുസ് പാഴാക്കേണ്ട. ഏറ്റവും വലിയ വിഷമകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ, വിവാഹപ്രായത്തിൻ്റെ ഒക്കെ വിഷയത്തിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ മറുപടി പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. എൻ്റെ ഷെയ്ഖ് പറഞ്ഞത് അവരൊന്നും മിണ്ടാതിരുന്നെങ്കിൽ അതായിരുന്നു റസൂലുള്ളാഹിക്ക് ചെയ്യുന്ന ഉപകാരമൊന്നും. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പിന്നെ പ്രായത്തിൻ്റെ വിഷയത്തിലൊക്കെ വന്ന റിവായത്തുകൾ ഫുൾ അബദ്ധമാണ്, തെറ്റാണെന്നൊക്കെ പറയുന്നത്. ആ പറച്ചിൽ വൻ അബദ്ധമാണ്. അപ്പം വെറുതെ മറുപടി പറയാൻ പോയിട്ട് കുളവാക്കുന്നതിനെക്കാട്ടി നല്ലത് മിണ്ടാതിരിക്കലായിരുന്നു. അങ്ങനെയൊന്നും ആരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബദ്ധം പറഞ്ഞിട്ട് സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ചരിത്രത്തെ അതിൻ്റെ തനതായ രീതിയിൽ പഠിക്കാൻ വേണ്ടി സമയം മെനക്കെടുത്ത് ഇങ്ങനെ വന്നിരുന്ന് പഠിക്കുകയായിരുന്നു നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. പഠിച്ചാൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബാക്കളെയും ഒക്കെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.
ജന്നാത്തുൽ ഫിർദൗസിൽ നല്ലവരായ ആളുകളുടെ കൂടെ അള്ളാഹു നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു